മാറിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയമായി രാഷ്ട്രീയക്കാർ അവരുടേതായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഓ, അങ്ങനെ ഇപ്പോൾ പുതിയ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഇങ്ങനൊരു വ്യക്തിനെ കാണാൻ തുടങ്ങിയത്. നേരത്തെ നമ്മുടെ ഷൈനി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു, അത് കുറച്ച് ഒതുക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അക്കൗണ്ടിൽ കുറേ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ബിഗ് ബോസ് അത് ഇത് ഓരോ കോണ്ടന്റ് ആയിട്ടൊക്കെ പോകുമായിരുന്നു. ഈ ഒരു വിഷയം കുറേയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ലഹരിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ ഏകദേശം തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലാണ്. ഇനി അതുപോലെ തന്നെ ജാതി മതത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിയുന്ന കുറേ ആൾക്കാരുണ്ട്, തല്ലുണ്ടാക്കുന്ന കുറേ ടീംസുകളുണ്ട്. അവർക്കെതിരെ നമ്മൾ കുറേയൊക്കെ സംസാരിക്കണം. കാരണം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ പാടില്ല. ഓക്കെ, ശശികല 7 വർഷം മുമ്പുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ശശികല വന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കോമഡി. ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം. അത് മാത്രമല്ല, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. UK-ലും അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഇത് ചെയ്യുന്നത്. അന്ന് ഷൈനി ചെയ്യുന്നത് എൻ്റെ ഇപ്പോൾ പുതിയ ഒരാളും കൂടെ കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് മെയിനായിട്ട് ഈ ഒരു പോസ്റ്റ് ഞാനൊന്ന് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഇതിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളും കാര്യമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു കോണ്ടന്റ് ഞാൻ ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം എന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് നന്ദിയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. പരമാവധി ഈ വിഷയം ഷെയർ ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷയം ഞങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഡാനി സത്യൻ MS എന്നടിച്ചാൽ ഇൻസ്റ്റാഗ്രാം കിട്ടും, ഫേസ്ബുക്ക് കിട്ടും. ഫേസ്ബുക്ക് അങ്ങനെ ആക്റ്റീവ് അല്ല, വീഡിയോ അറിയുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ തന്നെ ഈ ഒരു അക്കൗണ്ടിലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മേളിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി ഡയറക്റ്റായിട്ട് എൻ്റെ വാട്സപ്പ് ചാനലിലോട്ട് കയറാൻ പറ്റും. അതിനകത്തോട്ട് കയറിയാൽ ഞാൻ ആ വീഡിയോ അങ്ങോട്ട് വിട്ടുതരാം. പിന്നെ അതുപോലെ തന്നെ ഈ ശശികല വെറുക്കുന്നവർ മാത്രം, അതിൻ്റെ ഒരു ഹരമാണ്. ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്നറിയണം. കഴിഞ്ഞ വീഡിയോയിലോളം അങ്ങോട്ട് 10,000 പേര് ഉണ്ടായിരുന്നു. പക്ഷേ വ്യൂ ഒരുപാടുണ്ടായിട്ട് എനിക്ക് കാര്യമില്ല. പക്ഷേ അവരെ വെറുക്കുന്നവരുടെ ലൈക്ക് ഒരാൾക്ക് ഒരു ലൈക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, നിങ്ങളത് ചെയ്യാം. ഓക്കെ, അപ്പം വാട്സപ്പിൽ കൂടെ ഒന്ന് കയറിക്കോ. അപ്പോൾ എന്തെങ്കിലും കാണാത്തവർക്ക് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അങ്ങ് ഇട്ട് തരാമല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബും കൂടെ ചെയ്തേക്കുക, പരമാവധി ഷെയർ ചെയ്തേക്കുക. ഫേസ്ബുക്കിൽ കൂടെ കാണുവാണെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. നമുക്കിനി പോസ്റ്റ്, എൻ്റെ പൊന്നോ, ഇത് 7 വർഷം മുമ്പുള്ള പോസ്റ്റൊക്കെ തപ്പിപ്പിടിച്ചോട്ട് വന്നേക്കാണ്. എന്താണ് മതേതരമെന്ന്, എങ്ങനെയാണ് വർഗീയതയെ തോൽപ്പിക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ VC-മാരൊക്കെ ഇവരെയൊക്കെ കണ്ടു പഠിക്കണം. എന്താ സ്നേഹം, എന്താ പറയുക. ഈ ഒരു ഫോട്ടോ 7 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോയാണ്. അതൊക്കെ 2 ദിവസം മുമ്പ് ഇവർ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇടുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പണ്ട് ശബരിമല വിഷയത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് BJPക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് സ്വർണ്ണ വിഷയം സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഒരു സമരത്തിന് പോലും ഇവരാരും വന്നിട്ടില്ലായിരുന്നു. ഒരു സമരത്തിനോ കാര്യത്തിനോ പോലും വന്നിട്ടില്ലായിരുന്നു. ഈ സ്വർണം, അതായത് ശബരിമലയുടെ സ്വർണം പോയ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്ന് ഇത് മറയ്ക്കാൻ വേണ്ടി ആ ഒരു ന്യൂസ് മാത്രമേ സോഷ്യൽ മീഡിയ കൂടെ TV-യിലും ന്യൂസിലും വന്നിട്ടുള്ളായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുന്ന BJP എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിന് ഇറങ്ങിയില്ല എന്ന് ഓർക്കുമ്പോഴായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ശശികല ടീച്ചറിൻ്റെ പഴയ പ്രസംഗം ഒന്ന് കേട്ടിട്ട് വരാം. വേണ്ട, അത് നമുക്ക് അവസാനം കേൾക്കാം. അതിന് മുമ്പ് നമ്മുടെ ഇല്ല ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് അതിലോട്ട് വരാം. നമ്മുടെ അൻസാരി ആലപ്പുഴക്കാരൻ, പുള്ളി നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. പുള്ളി പൊളിയാണ്. ഈ അടുത്ത സമയത്താണ് ഞാൻ പുള്ളിയുടെ കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. ഓക്കെ, മേഡം പറ എൻ്റെ പൊന്നോ, കേൾക്കട്ടെ. കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഭാരതത്തിൽ ഏതാണ്ട് എൻ്റെ പൊന്നോ, അതിന് പുള്ളി കൊടുക്കുന്നതിൻ്റെ ഒരു മറുപടിയാണ്, അത് വേറെ ലെവലായിരുന്നു. 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഓക്കെ, മനസ്സിലായ കാര്യം, ഈ 300 നദിയും കാവേരി, ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലില്ല. എൻ്റെ ദൈവമേ, ഇതുപോലൊരു മറുപടി എന്തിനാ വെറുതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുന്നത്? എന്തിനിവിടെ കാവേരി അത് ഇത് മറ്റേത് മറിച്ചത്? വെള്ളത്തിന് പോലും ആ ഒരു ഇതാണോ കാണിക്കുന്നത്? ഇത് സംസാരിച്ച് വരുമ്പോൾ അതൊരു ജാതിപരമായിട്ടുള്ള കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എന്തായാലും എന്താ പറയണ്ടേ, മുസ്ലിംസിൻ്റെ പേരായിട്ടുള്ള എന്താ പറയണ്ടേ, തോമസ് കുട്ടി അല്ല, അത് ക്രിസ്ത്യൻസിൻ്റെ പേരാണല്ലോ. എനിക്ക് ചിരിയും വരുന്നത്. അക്ബർ നദി അങ്ങനെയൊക്കെയുള്ള നദിയുടെ പേരൊന്നും ഇല്ലല്ലോ. ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ തോമസ് കുട്ടി നദി. എന്തൊക്കെയാ പറയാ, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് പറയുകയും ചെയ്യുന്ന വർഗീയത ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്നാലും പുള്ളി പറയട്ടെ. ആർക്കും ദ്രോഹമില്ലാതെ ചപ്പും ചവറും അതും ഇതും ഒക്കെ ഒഴുകി പോകുന്ന നദിയിൽ വരെ വർഗീയത.
ഈ 300 നദിക്കും കാവേരി ഗംഗയ്ക്ക് പേരുള്ളത് കൊണ്ട് അതൊക്കെ നമ്മുടെ നദിയാണ്. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ ഞങ്ങൾ തൂക്കി. അറബിക്കടലിൽ ഞങ്ങൾ എടുക്കുക. ഞങ്ങൾ അറബിക്കടലിലോട്ട് ഒരുത്തരും വരണ്ട. അറബിക്കടലിൽ ഞങ്ങൾ തൂക്കി. സുമേഷേ കറക്കൂടെ കറക്കൂടെ സുമേഷേ കറക്ക് അമ്മോട്ട് കറക്ക് നല്ല നല്ല സ്പീഡ് പോകും 10 സെക്കൻഡിൽ എൻ്റെ പൊന്നെ ഇങ്ങേരെ കൊണ്ടൊരു കാര്യം ചിരിച്ചൊരു പരുവ കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഉള്ള കാര്യം എന്തിനാ ഇങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ കൂടുതലും മലയാളികൾ എവിടെ പോകുന്നത് ഗൾഫിലാണ്. ഗൾഫ് നിങ്ങൾ ഞാൻ പറയാൻ അറിയില്ല, കൂടുതലും അവിടെ മുസ്ലിംസും കാര്യങ്ങളൊക്കെയാണ് അവിടെ പുറത്ത്. ഗൾഫിലെ കാര്യം ഞാനിവിടെ പറയുന്നത്. അറബി നാട്ടിൽ പോയാണ് കഷ്ടപ്പെടുന്നത്. അവിടെ വരുന്ന ഇന്ത്യക്കാരുടെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ജാതി നോക്കത്തില്ല. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കഴുതകൾക്ക് ഓർക്കുമ്പോഴാണ്. നമ്മൾ പുറം അങ്ങനെയാണ് ഇന്ന് ഈ ഒറ്റ ഹിന്ദുക്കൾ എത്ര BJPക്കാർ ഇപ്പോൾ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നുണ്ട്. പഴയ നേതാക്കന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ വരെ ഇപ്പോൾ ഗൾഫിലാണ് പോയി കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പൈസ ആയിരുന്ന ആരാ പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യം കൂടെ തുറന്ന് പറയുകയൊക്കെ ചെയ്യണം. ഇത് ചുമ്മാ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഇവിടെ തമ്മിലടിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. നിർത്തുക. വേറൊരു സാധനമുണ്ട്, അത് വല്ലപ്പോൾ മാത്രമേ പോകത്തുള്ളൂ. അതിനും കൂടെ പുള്ളി കൊടുക്കുന്ന ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം. അയ്യോ വീഡിയോയിലോട്ട് പോവാം. ചേച്ചി സംസ്കൃതം വാക്ക് സംസ്കൃതമാണ്, ഭാരതീയമാണ്. ഇപ്പൊ എന്താണ് ഞങ്ങൾ ഉപയോഗിക്കണ്ടേ? എടുത്തു സംസ്കൃതം വാക്ക് സംസ്കൃതമാണ് ഉപയോഗിക്കും. തിരിച്ചിങ്ങോട്ട് അദാലത്ത്, വക്കീൽ, തഹസിൽദാർ, താലൂക്ക് ഇതൊക്കെ ഒരു മിനിറ്റ് ഒന്നുകൂടെ ഞാനൊന്ന് വെച്ചാൽ സമസ്ത എന്ന സംഘടനയുടെ പേര് പോലും ഭാരതീയമാണ്. എന്താണ് ചേച്ചി സംസ്കൃതം വാക്ക് സംസ്കൃതമാണ്, ഭാരതീയമാണ്. ഇപ്പൊ എന്താണ് ഞങ്ങൾ ഉപയോഗിക്കണ്ടേ? എടുത്തു സംസ്കൃതം വാക്ക് സംസ്കൃതമാണ് ഉപയോഗിക്കും. തിരിച്ചിങ്ങോട്ട് അദാലത്ത്, വക്കീൽ, തഹസിൽദാർ, താലൂക്ക് ഇതൊക്കെ കഷ്ടമാണ് ചേച്ചി. എന്റെ പൊന്നു ചേച്ചി, ഈ പാവപ്പെട്ട ഇവിടുത്തെ നിഷ്കളങ്കരായ ഹിന്ദുക്കളെ രക്തം ചൂട് പിടിപ്പിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് നല്ല സാരി നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് തുടങ്ങിക്കൂടെ? എന്തിനാണ് ഈ മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുന്നത്? ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ സമാധാനോടെ ജീവിച്ചോട്ടെ, സമാധാനോടെ നിങ്ങൾ തുടങ്ങിക്കോട്ടെ. ഈ പാതിരാത്രി മതി പച്ച വർഗീയതയാണ്. സംസ്കൃതം പേര് സംസ്കൃതമാണ് ആണെങ്കിൽ തലവെച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കൽ വാങ്ങാനുണ്ടെന്ന് എന്തെല്ലാം പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ തഹസിൽദാർ, അദാലത്ത്, താലൂക്ക് ഇതൊക്കെ അറബി പദങ്ങളാ. അത് മാത്രമല്ല, നമ്മൾ നെറ്റീനെ ഉപയോഗിക്കുന്ന കുപ്പി ഖന്നീന എന്ന അറബി പദത്തിൽ നിന്ന് ലോപിച്ചുണ്ടായതാണ് കുപ്പി എന്ന പദം. എന്ന് മാത്രമല്ല ചാക്കൊക്കെ അറബി പദത്തിൽ നിന്ന് വന്നതാ. അന്ന് സമഗ്രമായി ജമിനിയോട് ചോദിച്ചിട്ട് പൊന്നാര ചേച്ചി എന്തിനാണ് പറഞ്ഞ ചേച്ചി നമ്മൾ നെറ്റീനെ ഉപയോഗിക്കുന്ന നമ്മൾ പഠനത്തിനൊക്കെ ഉപയോഗിക്കുന്ന കടലാസ് ഉണ്ടല്ലോ, അത് അറബിയിലെ കിർത്താസ് എന്ന പദത്തിൽ നിന്നുണ്ടായതാ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മലയാളമല്ല. എന്തൊരു കഷ്ടമാണ്. ഇന്നലെ ഗംഗ, യമുന, ബ്രഹ്മപുത്രി, കൃഷ്ണ, കാവേരി കല്ലും മണ്ണും മനുഷ്യ വിസർജനം മുതൽ മനുഷ്യന്റെ മൃതശരീരം വരെ ഒഴുകി പോകുന്ന പുഴയിൽ വരെ വർഗീയത. ഒരു സ്വൈര്യമില്ല. ഇനി ഒരു വക്കീലെ കാണുമ്പോൾ വക്കീലെന്ന് വിളിക്കരുത്, അഭിഭാഷകൻ സൂക്ഷിച്ച് പിടിക്കുക. വക്കീല്, അദാലത്ത്, താലൂക്ക്, തഹസിൽദാർ ഇതെല്ലാം അറബിയാണ്. അങ്ങനെ നമ്മുടെ പല വ്യവഹാരങ്ങളും അറബി പറഞ്ഞിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. അതുകൊണ്ട് ലക്ഷ്മിച്ചിട്ട് ഒറ്റ കാര്യം പറയാനുള്ളത്, വക്കീലിനെ ഞങ്ങൾ എടുക്കുക, തഹസിൽദാരെ ഞങ്ങൾ നോക്കി, താലൂക്ക് ഞങ്ങൾ 1.5 മിനിറ്റ് വായിച്ചെടുത്തിട്ട്. അതുകൊണ്ട് ഇതൊന്നും ഇനി മേലെ എടുത്തു പോയത്. നിങ്ങളുടെ സമസ്തയാണ്. വയ്ക്കൂ സുമേഷേ കറക്കി അങ്ങോട്ട് പോവാം. പുള്ളിക്കാരനും കൊണ്ടൊരു കറക്കൂടലും ഉണ്ട്. ഇനി നമുക്ക് 7 വർഷം മുമ്പുള്ള നമ്മുടെ ടീച്ചറിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ചൂടിൽ അതിന്റെ മൂർധന്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയമായി രാഷ്ട്രീയക്കാർ അവരുടേതായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ്. തീർച്ചയായും രാഷ്ട്രീയമില്ലാത്ത ഭക്തജന സംഘടനകൾക്കും ഹൈന്ദവ സംഘടനകൾക്കും ഒക്കെ തന്നെ ഇതിൽ കാര്യമായ പങ്ക് വഹിക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതപര്യന്തമുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പറയാനുള്ളത് വിശ്വാസികൾക്കാണ്. കഴിഞ്ഞ 6 മാസക്കാലം അയ്യപ്പ ഭക്തർ അനുഭവിച്ച എണ്ണമറ്റ ദുരിതങ്ങൾ അത് മറന്നുകൊണ്ട് നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ശബരിമലയിലെ സഹസ്രാബ്ദങ്ങൾ നീണ്ട ആചാരത്തെ ബലി കൊടുക്കാൻ വേണ്ടി ഒരു ഭരണകൂടം കളിച്ച നെറികെട്ട കളികൾ, പോലീസ് യൂണിഫോം കൊടുത്ത് റഹന ഫാത്തിമമാരെ പോലുള്ളവരെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയത്, അതേപോലെ തന്നെ ഇരുട്ടിന്റെ മറവിൽ ഹിജടവേഷം കെട്ടിച്ച് വനംവകുപ്പിന്റെ ആംബുലൻസിൽ 2 പേരെ കൊണ്ടുപോയി ആചാര ലംഘനം നടത്തിയത്, അതേ ആംബുലൻസിൽ ഭക്തരായ ഞാനടക്കമുള്ളവരെ പിടിച്ചു വലിച്ച് കീഴോട്ടിറക്കിയത്, ഭക്തരെ തല്ലിച്ചതച്ചത്, ഭക്തർക്ക് വിശ്രമിക്കാൻ പോലും നടപ്പന്തൽ വിട്ടുകൊടുക്കാതെ വെള്ളമൊഴിച്ചിട്ടത്, നാമം ജപിച്ചതിന് കേസെടുത്തത്, ഇങ്ങനെ എണ്ണമറ്റ ദുരിതങ്ങൾ കഴിഞ്ഞ 6 മാസക്കാലമായി നമ്മൾ അനുഭവിച്ചു. 50,000-ലധികം കേസുകൾ, 4,000-ലധികം പേർ ജയിലിൽ കടന്നു, 2 കോടിയിലേറെ രൂപ നഷ്ടപരിഹാരം കെട്ടിക്കഴിഞ്ഞു. ഇപ്പോഴും കേസുകളെ കൊണ്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം ഈശ്വര കോപമല്ല, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഹിന്ദു വിരുദ്ധത ഒന്നുകൊണ്ട് മാത്രം നമ്മൾ അനുഭവിക്കേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മറന്നുകൊണ്ട് നമുക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ സാധ്യമല്ല. ഈ ആചാരങ്ങൾ ലംഘിക്കുകയും ഭക്തരെ ദുരിതങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുകയും ചെയ്തവർ ഒറ്റ സീറ്റിൽ പോലും ജയിക്കരുത് എന്നുള്ളത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ തീരുമാനമാണ്. തീർച്ചയായും നമുക്കറിയാം അത്തരം തീരുമാനം പറയുമ്പോൾ ഉള്ളാലെ ചിരിക്കുന്നവരുണ്ടാകും.
ആ ഒരു ഇലക്ഷന്, അസംബ്ലി ഇലക്ഷന് ഒരു സീറ്റ് പോലും BJP കഴിഞ്ഞ വട്ടം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ശബരിമല വിഷയത്തിലാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോടതി നിയമം അത് ഞങ്ങൾ മാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവായതുകൊണ്ട് കോൺഗ്രസ്സുകാർ ആദ്യമൊക്കെ ഇറങ്ങി തിരിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു, വലിയ സമരത്തിനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. പക്ഷേ BJP ഇറങ്ങി. BJP നല്ല രീതി ഇറങ്ങി, നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത്. സോ ഓക്കെ, ഈ പറയുന്ന സാധാരണപ്പെട്ട ആൾക്കാർക്ക് നമുക്കുമൊക്കെ ഈ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകളെ കയറ്റുന്നതിനൊട്ടും യോജിപ്പില്ല. ആ കാര്യത്തിൽ ഇവർ മുന്നിട്ട് തന്നെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അയ്യപ്പൻ്റെ കാര്യങ്ങളൊക്കെ കവർച്ച പോയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സമരത്തിന് ഇറങ്ങിയില്ല? ഞാൻ അതും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഇത് പഴയ സാധനമാണ്. ഇപ്പം കാണുവാണ്, ഇപ്പം ഇവരെല്ലാം പഴയതാണ് പൊക്കിക്കൊണ്ട് വരുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, അന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇന്ന് എന്തുകൊണ്ട് ഇറങ്ങിയില്ല? മനസ്സിലാക്കുക കുറേ കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല രീതി വിഷം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിലാണ്. കാരണം ഇതുവരെ നിഷ്പക്ഷ സമൂഹം ഒരു കൂട്ടരെ വെറുക്കുമ്പോൾ അവർക്കെതിരെയുള്ള നിഷേധ വോട്ട് ചെയ്യുകയും ഇത് മറ്റൊരു കൂട്ടർക്ക് ഗുണമായി ഭവിക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്ന ഭക്തജനങ്ങൾ അവരെ താഴ്ത്തുമ്പോൾ സ്വാഭാവികമായി ഇതിന്റെ ഗുണം കിട്ടേണ്ടത് കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഒരിക്കലും അങ്ങനെ അബദ്ധത്തിൽ പോലും ഒരു വോട്ട് അവിടെ ചെന്ന് വീഴരുത് എന്നുള്ളത് വിശ്വാസികളുടെ തീരുമാനമാണ്. വിശ്വാസികളെ അക്രമികൾ എന്ന് വിളിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ. വിശ്വാസികളെ തല്ലിച്ചതയ്ക്കുമ്പോഴാകട്ടെ, വിശ്വാസികളെ കേസിൽപ്പെടുത്തുമ്പോഴാകട്ടെ, ആചാര ലംഘനം ഭരണകൂടം ഇടപെട്ട് നടത്തുമ്പോഴാകട്ടെ, ഒരു പ്രതിപക്ഷത്തിന്റെ യാതൊരു കടമയും കോൺഗ്രസുകാർ നിർവഹിച്ചില്ല. പമ്പയ്ക്ക് മേലോട്ടൊന്ന് സന്ദർശിക്കാൻ പോലും അവർ തയ്യാറായില്ല. ഇത്രയും കേസുകളും ഇത്രയും ആചാര ലംഘനവും നടന്നപ്പോൾ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണം എന്ന് പറയാൻ പോലും നമ്മുടെ പ്രതിപക്ഷത്തിന് നാവില്ലായിരുന്നു. കോടതി ഉത്തരവ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ പാലിക്കുന്ന ഒരു കാര്യമാണ് കോടതി ഉത്തരവ്. അത് രമേശ് ചെന്നിത്തല അന്ന് അത് എടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, കോടതി ഉത്തരവ് ഇങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അന്ന് ഈ പ്രസംഗിച്ച ചേച്ചി ഇപ്പോഴത്തെ ഈ ശബരിമല സ്വർണം പോയ കാര്യത്തിലൊന്നും നിങ്ങളുടെ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഒറ്റ മനുഷ്യരിറങ്ങിയിട്ടില്ലായിരുന്നു ഒരു പ്രതിഷേധമൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്തായിരുന്നു? നമ്മളത്ര മണ്ടന്മാരൊന്നുമല്ല. ഇപ്പം 7 വർഷം മുമ്പൊന്നും ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്നെ ഞാൻ മല്ലൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇവരൊക്കെ നമ്പരുത്. ഇവരിപ്പോഴും ജാതി മതത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിലടുപ്പിക്കാം. ഞങ്ങളൊക്കെ ഒരുപാട് BJPക്കാരൊക്കെ കാണുന്നവരാണ്. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ എന്തുവാന്ന് പറയുക, ഹിന്ദുവെന്നോ മുസ്ലിംസെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നു മുതോളത്ത് അങ്ങനെ ഒരു സംഭവമില്ല ഞങ്ങളുടെ ഒരു സ്ഥലത്ത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, പ്രത്യേകിച്ച് BJPക്കാരൊക്കെ. അതൊക്കെ വേറെ ലെവലാണ്. അവർക്കോ ജാതിയോ മതമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു 5-8 ആൾക്കാരുണ്ടല്ലോ മുട്ടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറേ എണ്ണം. കൊള്ളാം. ഇതേപോലെ ഒരു കോടതി ശിക്ഷിച്ചതാണ് നമ്മുടെ ഏറ്റവും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മതതീവ്രവാദിയായ മദനിയെ. അല്ലാതെ RSSന്റെ നാഗ്പൂർ കാര്യാലയം അല്ല ശിക്ഷിച്ചത്. ആ മദനിക്ക് ഇളവ് കൊടുക്കണം ശിക്ഷയിൽ, അല്ലെങ്കിൽ പരോള് കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടിയ നാടാണ് കേരളം. അപ്പൊ അവിടെ ഇത്രയും വലിയൊരു വിഷയം, ലക്ഷക്കണക്കിന് അമ്മമാർ തെരുവോരങ്ങളിൽ നാമം ജപിച്ച് കരഞ്ഞപ്പോൾ ഈ ഒരു വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടണം എന്ന് പറയാൻ കോൺഗ്രസ് ഉണ്ടായില്ല, ഒരു ഭക്തരോടൊപ്പം ഉണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്നു അവർ വിശ്വാസികളോടൊപ്പമാണ്, അക്രമികളോടൊപ്പമല്ല. ഈ അക്രമികളല്ലാത്ത വിശ്വാസികൾ ആരാണ് ശബരിമല കാത്തത്? 18-ാം പടി ഇപ്പോഴും കളങ്കമേൽക്കാതെ നിൽക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന ഈ അക്രമി എന്ന് പറയുന്ന വിശ്വാസി തന്നെയാണ്. അപ്പോൾ കൂട്ടുനിന്നില്ല എന്ന് മാത്രമല്ല, അവരെ കളിയാക്കുകയും അപഹസിക്കുകയും അക്രമി എന്ന് വിളിക്കുകയും ചെയ്തവർക്ക് ഒരു വിശ്വാസിയുടെ വോട്ട് അബദ്ധത്തിൽ പോലും ചെന്ന് വീഴരുത്. അപ്പൊ ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. തങ്ങളെ വഞ്ചിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തങ്ങളെ അപമാനിച്ച വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അപ്പുറം ചില തിരഞ്ഞെടുപ്പുകൾ അവർക്ക് നടത്തിയേ മതിയാകൂ. അവിടെ തീർച്ചയായും ശബരിമല ആചാരം പാലിക്കുമെന്ന് ആരാണോ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത്, ശബരിമല കർമ്മസമിതി ഇലക്ഷന്റെ തിരക്കുകൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഏത് മുന്നണിക്കും ഇത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പെടുത്താം. അങ്ങനെ ആരെങ്കിലും ശബരിമലയിലെ ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ശബരിമല കർമ്മസമിതി തയ്യാറാണ് എന്ന് ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓക്കെ, ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് വോട്ട് പിടിക്കാൻ വേണ്ടി അന്ന് ഒരുപാട് വോട്ട് കയറിയിട്ടുണ്ടായിരുന്നു BJPക്ക്. ഒരുപാട് വോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, വിശ്വാസികളെ ഇതാക്കുക, അത് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ സ്വർണത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഇവരാരും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഒന്ന് സമരത്തിനോ അതിനോ ഇതിനോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ആ സമയത്ത് എവിടെ പോയി നിങ്ങളുടെ ഈ പറയുന്ന ധൈര്യവും കാര്യങ്ങളൊക്കെ? അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പല്ലേ? അല്ല, ഇപ്പോൾ പഴയ ഓരോ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചേച്ചി ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഞാനെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇവരെപ്പോലുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യരുത്, എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്തോ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് പോയാൽ മാത്രം മതി. അതാണ് ഇവിടെ നല്ലത്. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ.